ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യം, ഈ ഗഗൻയാൻ ദൗത്യം ISROയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ്. വെല്ലുവിളിയാണ്. അതിന്റെ കാരണം ഇന്ത്യ ഇതുവരെ മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിച്ചിട്ടില്ല. ISRO ഇതുവരെ എത്തിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യക്കാരായിട്ടുള്ള പലരും ബഹിരാകാശ സഞ്ചാരം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറയുകയാണെങ്കിൽ ശുഭാൻഷു ശുക്ല എന്ന് പറയുന്ന ഈ ഗഗൻയാൻ ദൗത്യത്തിന്റെ കമാൻഡർ ആയിട്ടുള്ള അദ്ദേഹം ആക്സിയം 4 എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു ദൗത്യത്തിൽ പങ്കാളിയായിട്ട് വന്നിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യക്കാരുടെ അനുഭവമുണ്ട്, പക്ഷേ ISROയ്ക്ക് ഇക്കാര്യത്തിൽ അനുഭവ സമ്പത്തില്ല. അത് വലിയ വെല്ലുവിളിയാണ്, തീർച്ചയായിട്ടുമാണ്. അപ്പൊ നിലവില് ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യം 2026 പൂർത്തിയാക്കേണ്ടതാണ്. എല്ലാത്തരം പരീക്ഷണങ്ങളും ഒക്കെ നടത്തി 2026 പൂർത്തിയാക്കി. പക്ഷെ ഇപ്പോഴും അത് ഓൺ ദ വേ ആയിട്ടുള്ളൂ, പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ. ഇതുവരെ 5 ഘട്ട പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി എന്നുള്ളതാണ് പറയാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നടന്നത് ഈ ഫ്ലോട്ട് ഇൻഫ്ലേഷൻ പരീക്ഷണമാണ് വിജയകരമായി പൂർത്തിയാക്കിയത്. അതായത് ഈ ബഹിരാകാശ സഞ്ചാരികൾ പോയിട്ട് തിരിച്ചു വരുമല്ലോ, തിരിച്ചു വരുമ്പോൾ ഈ പേടകം ഈ സ്പ്ലാഷ് ഡൗൺ എന്നാ പറയുക, ഏതെങ്കിലും സമുദ്രത്തിൽ അത് ഇടിച്ചിറങ്ങുകയാണ് ചെയ്യുക സുരക്ഷിതമായ ലാൻഡിങ്ങിന്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പേടകം നേരെ വന്ന് വീണോ എന്നൊരു നിർബന്ധവും ഇല്ല, ചിലപ്പോൾ ചരിഞ്ഞോ തലകുത്തിയോ ഒക്കെ വീഴാം. അപ്പൊ അത് സുരക്ഷിതമായ അവസ്ഥയിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ ഫ്ലോട്ട് ഇൻഫ്ലേഷൻ. ഒരു ബലൂൺ പോലൊരു സംഗതി അതിൽ നിന്ന് വീർത്തു വന്നിട്ട് സ്വാഭാവികമായിട്ടും വെള്ളത്തിലായതുകൊണ്ട് അത് പൊങ്ങിക്കിടക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് വിജയകരമായി പൂർത്തിയാക്കി. പിന്നെ ഈ പാരഷൂട്ട് സംവിധാനമുണ്ട്. ഈ ബഹിരാകാശ പേടകം തിരിച്ചിറങ്ങുന്ന സമയത്ത് അതിന്റെ പാരച്യൂട്ട് സംവിധാനമൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അളക്കാനായിട്ടുള്ള അതിന്റെ റോക്കറ്റ് എഞ്ചിൻ അടക്കമുള്ള സംഗതികളൊക്കെ പരീക്ഷിച്ച് വിജയകരമാക്കി പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും ഉണ്ട്. ക്രൂ മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഞ്ചാരികൾ ഇരിക്കുന്ന പേടകവും അതിനെ നയിക്കുന്ന മറ്റ് അനുബന്ധ സംവിധാനങ്ങളും. അപ്പോൾ അനുബന്ധ സംവിധാനങ്ങളിലാണ് അത് അവർക്ക് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ കൊടുക്കുന്നത്, പ്രൊപ്പൽഷൻ അതായത് മുമ്പോട്ടുള്ള സഞ്ചാരത്തിനുള്ള സംഗതിയൊക്കെ കൊടുക്കുന്നത് ഈ സർവീസ് മൊഡ്യൂളാണ്. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഇത് രണ്ടും വേർപെട്ടു പോകും. പിന്നെ ക്രൂ മൊഡ്യൂൾ മാത്രമായിട്ടായിരിക്കും സഞ്ചരിക്കുക. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ക്രൂ മൊഡ്യൂൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു കോണാകൃതിയിലുള്ള ഒരു സംഗതി. അപ്പൊ ഇത് സുരക്ഷിതമായി വേർപെടുത്തുമ്പോൾ ഇതിന്റെ വയറുകളെല്ലാം സുരക്ഷിതമായി ഡിസ്കണക്ട് ചെയ്യണം. അപ്പൊ ഈ സംഗതിയും എല്ലാം ഇപ്പൊ വിജയകരമായി പരീക്ഷിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ വർഷം അവസാനത്തോടു കൂടി ആളില്ലാതെ ഈ ISROയുടെ ഗഗൻയാൻ പേടകം വിക്ഷേപിക്കപ്പെടും എന്നുള്ളത് നമുക്ക് ഏകദേശം ധാരണയായിട്ടുണ്ട്. അപ്പൊ ആളില്ല എന്ന് പറയുന്നതും പൂർണ്ണ അർത്ഥത്തിൽ ശരിയല്ല. അതിലൊരാൾ ഉണ്ടാകും, അത് ഒരു റോബോട്ടാണ്. വ്യോമമിത്ര എന്ന പേരില് ഒരു പണ്ട് കാലത്ത് ഈ ബഹിരാകാശ യാത്ര നടത്തിയപ്പോൾ ഒരു നായക്കുട്ടിയൊക്കെ നമ്മൾ കയറ്റി അയച്ചിരുന്നു. നമ്മളല്ല, റഷ്യക്കാർ കയറ്റി അയച്ചിരുന്നു. അപ്പൊ ഇതേപോലെ നമ്മൾ യഥാർത്ഥ അവിടുത്തെ ഒരു അന്തരീക്ഷവും ഇതിന്റെ സംവിധാനങ്ങൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു കമ്പ്യൂട്ടർ നിയന്ത്രിത റോബോട്ടിക് സംവിധാനത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യ രൂപത്തിൽ തന്നെ തയ്യാറാക്കിയ, ഒരു സ്ത്രീ രൂപത്തിൽ തയ്യാറാക്കിയ റോബോട്ടിനെ വ്യോമമിത്ര നമ്മൾ അയക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ പൊതുവിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. വലിയ സാമ്പത്തിക ചെലവും വലിയ അധ്വാനവും ഒക്കെ വേണ്ടി വരുന്ന ഒരു സംഗതിയും കൂടിയാണ് ഈ ഗഗൻയാൻ ദൗത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ISROയെ സംബന്ധിച്ച് വെല്ലുവിളിയാകും എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം, ഒന്നാമത്തെ കാരണം പരിചയക്കുറവാണ്. ഇന്ത്യ ഇതുവരെ ഇങ്ങനെ ഒരു ദൗത്യം ചെയ്തിട്ടില്ല. മാത്രമല്ല ഇപ്പോ തൊട്ടു മുമ്പ് നടന്ന വിക്ഷേപണങ്ങൾ PSLV പരാജയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അനിശ്ചിതത്വം ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇത് പിന്നെ അത് മാത്രമല്ല, ഇത് ഹ്യൂമൻ റേറ്റഡ് ആയിട്ടുള്ള റോക്കറ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. മുൻകാലങ്ങളിൽ നമുക്ക് നഷ്ടമുണ്ടായാലും പാളിപ്പോയാലും ടെൻഷൻ ഇല്ല, കാരണം അതുവരെ മുടക്കിയ പണവും അധ്വാനവും ഒക്കെ പാഴാകുന്നതൊഴിച്ച പ്രശ്നമില്ല. പക്ഷെ ഇതില് നമ്മുടെ ഈ ഗഗൻയാൻ ദൗത്യത്തിൽ 4 പേരെയാണ് നമ്മൾ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. ഒന്ന് പ്രശാന്ത് ബാലകൃഷ്ണൻ, നമ്മുടെ ചലച്ചിത്ര നടി ലേനയുടെ ഭർത്താവും മലയാളിയുമാണ്. പിന്നെ അങ്കിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാൻഷു ശുക്ല, ഈ 4 പേര്. ഇതിൽ 3 പേര് ഉറപ്പായിട്ടും ഈ ദൗത്യത്തിൽ നേരിട്ട് പങ്കാളിയാകും. ഒരാൾ റിസർവ് ആണ്. അപ്പോൾ ഈ 3 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അസുഖബാധിതയോ മറ്റെന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായ പകരം ഒരാളെന്ന നിലയാണ് 4ാമത്തെ ആൾ തയ്യാറാക്കുക. അതിൽ ആരാണ് ഈ 4ാമത്തെ ആൾ എന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, റിസർവിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ 3 പേര് ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് ISRO പറയുന്നത്. ചിലപ്പോൾ 3 എന്നുള്ളത് 2 ആകാം, 1 ആകാം. അത് അവസാനം ISRO തീരുമാനിക്കുന്ന അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ.
ഏതായാലും ഈ മനുഷ്യനെ കയറ്റി ഇത് അയക്കുക എന്ന് പറയുന്നത് റിസ്ക് ഫാക്ടർ വളരെ വലുതാണ്. കാരണം ഇതുവരെ നമ്മുടെ ISRO നടത്തിയ വിക്ഷേപണത്തിൽ ഏതെങ്കിലും ബഹിരാകാശ പേടകം നഷ്ടപ്പെട്ടാൽ അതുവരെയുള്ള ഇൻവെസ്റ്റ്മെന്റും അധ്വാനവും മാത്രമേ പോകുള്ളൂ. ഒരു മനുഷ്യൻ കയറ്റിയിരിക്കുന്ന ഒരു മനുഷ്യ ജീവന്റെ വിലയെന്ന് പറയുന്നത് നമുക്ക് അല്ല, അത് നമുക്ക് വിലമതിക്കാനാകില്ല. അപ്പൊ അത് റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അപ്പൊ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ക്രൂ എസ്കേപ്പ് സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഈ റോക്കറ്റിന്റെ മുകളിലാണ് ഈ പേടകം സെറ്റ് ചെയ്യുക. ഈ ഹ്യൂമൻ റേറ്റഡ് റോക്കറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇപ്പൊ തയ്യാറാക്കുന്നത് LVM Mark 3 റോക്കറ്റ്, അതായത് ഇന്ത്യയുടെ ബാഹുബലി റോക്കറ്റ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഭീമാകാരമായ റോക്കറ്റ് ഉണ്ട്. അതിനെ നമ്മൾ ഹ്യൂമൻ റേറ്റഡ് ആക്കി കൺവെർട്ട് ചെയ്തിട്ട് ആ റോക്കറ്റിന്റെ മുകളിലാണ് ഈ പേടകം ഘടിപ്പിക്കുക, എന്നിട്ടാണ് വിക്ഷേപിക്കുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വിക്ഷേപണത്തിന്റെ മറ്റേ കൗണ്ട് ഡൗൺ നടക്കുമല്ലോ, 1 0 5 2 3 0 പറയുമ്പോഴാണ് ഇത് ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നത്. അതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും ഒരു ചെറിയ ഫോൾട്ട് കണ്ടാലും ഇവർക്ക് ഈ മിഷൻ അബോർട്ട് ചെയ്യാം. അബോർട്ട് ചെയ്ത ആ സെക്കൻഡുകൾക്കുള്ളിൽ ഈ മനുഷ്യരെ അല്ലെങ്കിൽ യാത്രക്കാരെ അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള സംവിധാനമാണ് ഈ ക്രൂ എസ്കേപ്പ് സിസ്റ്റം. ഇന്ത്യയെ സംബന്ധിച്ച് ഇങ്ങനൊരു മുൻ അനുഭവം ഇല്ല. ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായ മുൻ സാധ്യതകളുണ്ട്. ഇപ്പൊ നാസയുടെ കീഴിലൊക്കെ ഇത്തരം അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് പഴുതില്ലാതെ നടപ്പിലാക്കുക എന്ന് പറയുന്നത് അത്യന്തം ശ്രമകരമാണ്. മുൻപരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിലെ റിസ്ക് ഫാക്ടറും കൂടുതലാണ്. രണ്ടാമത്തതാണ് ലൈഫ് സപ്പോർട്ട്. ഈ ബഹിരാകാശ സഞ്ചാരികൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അവർക്ക് അതിജീവിക്കേണ്ടത് നമ്മുടെ പ്ലാൻ അനുസരിച്ച് 3 ദിവസം അവർക്ക് ഭൂമിയെ വലം വെക്കണം. 3 ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു വരുള്ളൂ. നമുക്ക് സ്വന്തമായി ഒരു ബഹിരാകാശ സ്റ്റേഷൻ ഇല്ല. ഇപ്പോ നാസയുടെ ദൗത്യങ്ങളെല്ലാം അവർ ചെന്ന് ബഹിരാകാശ നിലയത്തിൽ തങ്ങുകയാണ് ചെയ്യുക. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്പേസ് സ്റ്റേഷൻ ഇല്ല, ഭൂമിയെ വലം വെക്കും. അപ്പൊ ആ സമയത്ത് അവർക്ക് 3 ദിവസവും ആ ബഹിരാകാശത്ത് അതിജീവിക്കാനായിട്ടുള്ള എല്ലാ ഫെസിലിറ്റിയും ഒരുക്കേണ്ടതുണ്ട്. അപ്പൊ അതെങ്ങനെ സാധ്യം, അതിനെക്കുറിച്ചുള്ള വലിയ ടെൻഷൻ നമുക്കുണ്ട്. പിന്നെ ഇവര് ചെല്ലുന്നത് ഒരു 400 കിലോമീറ്റർ മുകളിലേക്കാണ്. ലോവർ എർത്ത് ഓർബിറ്റ് എന്നാണ് അതിനെ വിളിക്കുക. അതായത് ഭൂമിയുടെ ഏറ്റവും താഴെയുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള ബഹിരാകാശ ഏരിയ. അവിടെയാണ് നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും ചില സാറ്റലൈറ്റുകളൊക്കെ ഈ 400 കിലോമീറ്റർ ആ റേഞ്ചിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പൊ അവിടെയാണ് നമ്മുടെ ഈ സഞ്ചാരികളും പോയി ഭൂമിയെ ചുറ്റിത്തിരിയുക എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിനുശേഷം റീകോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇവര് 3 ദിവസം കഴിഞ്ഞ് അവർക്ക് തിരിച്ചിങ്ങോട്ട് വരണമല്ലോ. അതും തിരിച്ചു പോകുന്ന അത്രയും തന്നെ റിസ്ക് ആണ് തിരിച്ചു വരുന്നതും. അതിന്റെ കാരണം മേളിൽ ചെന്ന് കഴിയുമ്പോൾ ഇവർക്ക് വലിയ രീതിയിൽ റേഡിയേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ നമ്മുടെ ഭൂമിയിൽ നിൽക്കുന്ന ചില മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇപ്പോൾ നമുക്ക് സൂര്യാഘാതം പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. മേളിലോട്ട് പോകുമ്പോൾ നമുക്ക് ചൂട് ചൂട് ഇത്രത്തോളം ഭൂമിയിലുള്ള അത്രയും ചൂട് മേളിൽ അനുഭവപ്പെടില്ല. അതിന്റെ കാരണം ഭൂമിയിൽ നമ്മൾ ചൂട് ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭൂമിയിൽ ഇത് വലിച്ചെടുക്കും. പക്ഷെ അവിടെ നേരെ ഇങ്ങ് പോരുന്ന ഇടക്ക് തടസ്സമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചൂട് അത്രയ്ക്ക് അനുഭവപ്പെടില്ല. പക്ഷേ സൂര്യന്റെ രശ്മിയുടെ തീവ്രത കൂടുതലായിരിക്കും. പ്രത്യേകിച്ച് ഈ എന്താ പറയുക, അൾട്രാ വയലറ്റ് രശ്മികൾ, അതേപോലുള്ള പിന്നെ ബഹിരാകാശത്ത് എന്താണ് സാഹചര്യവും നമുക്കറിയില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഇവിടെ ഭൂമിയിൽ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഈ കറസ്പോണ്ടൻസ് കോഴ്സ് വഴി നീന്തൽ പഠിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മൾ ബഹിരാകാശത്തെ സാഹചര്യം കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ പരിശീലനം നടത്തുന്നത്. പക്ഷെ മേളിൽ ചെല്ലുമ്പോൾ ഭാരമില്ലായ്മ ഒരു പ്രശ്നമാവും. ഈ 3 ദിവസം അവർക്ക് ഈ ഭാരമില്ലായ്മ കൊണ്ട് ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ഈ ഛർദിൽ, ഓക്കാനം, അതേപോലുള്ള പ്രശ്നങ്ങളും. പിന്നെ എന്താണ് അവിടെ സംഭവിക്കുക, അതിലും പ്രശ്നമാണ് മാനസികമായി ഉണ്ടാകുന്ന വെല്ലുവിളികൾ. പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ല, പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഈ 3 മനുഷ്യർ പരസ്പരം കാണുന്നു, സംസാരിക്കുന്നപ്പോൾ ആ ഒരു മാനസിക വെല്ലുവിളി നേരിടുക എന്നുള്ളതും ഇവരെ സംബന്ധിച്ച പ്രശ്നമായിരിക്കും. അപ്പൊ ഇതെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ 1 വർഷത്തിലധികമായിട്ട് ഈ 4 പേരും നമ്മുടെ സൈനികരാണ്, വ്യോമസേനയുടെ ഭാഗമായിട്ടുള്ള പൈലറ്റുമാരാണ്. അവർ കഠിനമായ പരിശീലന മുറകൾ അതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം വെല്ലുവിളികൾ ഉണ്ടെങ്കിലും അതിനെ സുരക്ഷിതമായി മറികടക്കാനായിട്ടുള്ള കഠിനമായ വ്യായാമ മുറകൾ, പരിശീലനങ്ങളൊക്കെ അതെ അതേപോലെ ഇവരൊറ്റപ്പെട്ടാണ് കഴിയുന്നത്. അവിടെ ഒറ്റപ്പെട്ട് കഴിയേണ്ട അതേപോലെ ഇവരും ഇവിടെ ഒറ്റപ്പെട്ട് തന്നെ കഴിയുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇക്കാര്യത്തിൽ റഷ്യയുടെ പിന്തുണയോടുകൂടി നമുക്ക് വിദഗ്ധ പരിശീലനം ഇവർക്ക് കൊടുത്തിരുന്നു. ഇപ്പൊ ഇതിനുശേഷം ഇവരുള്ളത് ബാംഗ്ലൂരിലെ
ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരിപ്പോൾ പരിശീലനങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുന്ന മറ്റൊരു സംഗതിയാണ് റീ എൻട്രി എന്ന് പറയുന്ന ഒരു സംഗതി. നമ്മൾ ബഹിരാകാശത്തേക്ക് പോയിട്ട് മടങ്ങി വരുമ്പോൾ, തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഈ കൽപ്പന ചൗളയുടെ അടക്കമുള്ള ദാരുണ സംഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഈ പേടകം അതിഭീകരമായ ചൂടിനെ അതിജീവിക്കേണ്ടതുണ്ട്. ഏതാണ്ട് പറയുകയാണെങ്കിൽ 1000 ഡിഗ്രി സെൽഷ്യസ് മുതൽ 1650 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ പേടകത്തിന്റെ ഉപരിതലത്തിൽ ചൂട് അനുഭവപ്പെടും. അതായത് നമ്മുടെ ഭൗമാന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന കർഷണം അതുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെടാൻ പാടാണ്. അപ്പൊ ഇതിനെ അതിജീവിക്കുന്ന തരത്തിലേക്ക് ഈ പേടകത്തെ, അതിന്റെ താപക്രമീകരണത്തെ സജ്ജമാക്കുക എന്ന് പറയുന്നതും അതീവ ഹീറ്റ് ഷീൽഡ് എന്നാണ് പറയുക. അതും ഒരു അതീവ വെല്ലുവിളി നിറഞ്ഞ ഒരു പരിപാടിയാണ്. അപ്പൊ ഈ സംഗതികളെല്ലാം വിജയകരമായി പൂർത്തിയാക്കി എത്തിക്കുക എന്ന് പറയുന്നത് ISROയെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് എന്ന രീതിയിൽ ചിന്തിക്കാനാകാത്ത ഒരു സംഗതി കൂടിയാണ്. പക്ഷെ അത് നേടിക്കഴിഞ്ഞാൽ ഇന്ത്യയെ കാത്തിരിക്കുന്ന ഒരു ചരിത്രപരമായ നേട്ടമാണ്. ബഹിരാകാശത്ത് സ്വന്തമായി ബഹിരാകാശത്ത് ആളുകളെ എത്തിക്കുന്ന 4ാമത്തെ മാത്രം രാജ്യമാകും നമ്മുടെ ഇന്ത്യ. അമേരിക്ക, റഷ്യ, ചൈന, ഈ 3 രാജ്യങ്ങൾക്ക് മാത്രമേ ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളൂ. ഈ 3 രാജ്യങ്ങളുടെയും പ്രത്യേകത നോക്കുക, 3ഉം സാമ്പത്തികമായും സാങ്കേതികമായും വെൽ സെറ്റിൽഡ് ആയിരുന്നു. അപ്പൊ അവിടേക്കാണ് നമ്മൾ 60കളിൽ മാത്രം ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ട് ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ നമ്മൾ ഈ രംഗത്തേക്ക് പോകുന്നു. അപ്പൊ ഇതിന് ഒരുപാട് പണച്ചെലവുണ്ട്, അധ്വാനമുണ്ട്. അപ്പൊ ഈ 3 പേര് അവിടേക്ക് വെറുതെ നമ്മുടെ ബഹിരാകാശം വരെ പോയി 3 ദിവസം ചുറ്റിയടിച്ച് തിരിച്ചു വരിക എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. ഇവര് പോകുന്നത് ഭാവിയിലേക്കുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയായിട്ടാണ്. കാര്യം ഇവരവിടെ ചെന്നിട്ട് വിവിധ പരീക്ഷണങ്ങളൊക്കെ നടത്തും. എന്നിട്ട് നമ്മളിപ്പോ ഈ കൊണ്ടുപോകുന്ന ബഹിരാകാശ പേടകമുണ്ടല്ലോ, അതിലുള്ള ലൈഫ് സപ്പോർട്ട് സിസ്റ്റം 3 അതിലധികമോ ദിവസം ബഹിരാകാശത്ത് അതിജീവിക്കാൻ സാധിക്കുന്നതിനുള്ള ഫെസിലിറ്റികളുടെ പ്രവർത്തനം കൃത്യമായി വിലയിരുത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. അപ്പൊ അതിനുശേഷം നമുക്ക് തുടർന്ന്, നമുക്കിപ്പോ വെറുതെ പോയിട്ട് വരികയാണെങ്കിൽ ഇനി ഭാവിയിൽ നമുക്ക് അവിടെ സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ആത്യന്തികമായി ഇതൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ മറ്റൊരു ഹിഡൻ അജണ്ട കൂടിയുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞു, ഈ ഒരു നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാകാൻ പോവുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ പല രാജ്യങ്ങളും ഈ ബഹിരാകാശ രംഗത്ത് വളരെ പിന്നോക്കമാണ്. അവർക്ക് അവരുടെ ബഹിരാകാശ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുക എന്നല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. അതെ അതെ. ഇപ്പോ അമേരിക്ക അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ ചൈന, ഇപ്പൊ പാകിസ്ഥാന്റെ ഉദാഹരണം എടുക്കാം. പാകിസ്ഥാന് എന്ത് ബഹിരാകാശ സാറ്റലൈറ്റ് വിക്ഷേപിക്കണമെങ്കിലും ചൈനയെ ആശ്രയിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഇതേപോലെ ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രങ്ങൾ നിരവധിയുണ്ട്. അപ്പൊ അവർക്ക് ഇതേപോലെ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാനോ മറ്റോ ഇന്ത്യ ഒരു വിശ്വസ്ത പങ്കാളിയാണെന്ന് തോന്നിപ്പിക്കണമെങ്കിൽ ഇമാതിരി വമ്പൻ ദൗത്യങ്ങൾ വിജയകരമാക്കി പൂർത്തിയാക്കണം. ഇത്തരം കാര്യം ഇപ്പൊ ചന്ദ്രയാൻ പോലെയുള്ള ദൗത്യങ്ങൾ വിജയിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് നമുക്കുണ്ട്. അപ്പൊ ഇത്തരം സംഗതികൾ വിജയകരമാക്കി പൂർത്തിയാക്കിയാൽ നമ്മുടെ അംഗീകാരം, ഇക്കാര്യത്തിൽ നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി വർദ്ധിക്കും. അത് ഭാവിയിൽ ISROയ്ക്ക് വമ്പൻ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള വഴി, അതുവഴി നമ്മുടെ രാജ്യത്തിന് വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാനുള്ള കാര്യങ്ങളിലേക്ക് എത്തും.